ഇവിടെ ഇരിക്കാൻ പോവാ. എന്റെ മരണം വരെ ഈ ഇരിപ്പ് തുടരും. ഈ ഞാനിനി എന്തിനാ ജീവിക്കുന്നത്? എനിക്കിനി ആരാ ഉള്ളത്? പറ ചേച്ചി, സീരിയസ് ആണോ? ഇതിനായിരുന്നു ചേച്ചി ഞങ്ങൾ ഒന്നിപ്പിച്ചത്. എല്ലാരും എതിർത്ത് ഈ വിവാഹം നടത്തിയത് ഇതിനായിരുന്നു. ശാപ, എന്റെ അച്ഛന്റെ അമ്മയുടെ ശാപ. അശ്വനി ചന്ദ്രയെ വിവരം അറിയിച്ചെന്നാ തോന്നുന്നേ. അറിയട്ടെ, കാര്യങ്ങളെല്ലാം അറിയട്ടെ. താങ്ങാനുള്ള കരുത്ത് അവക്ക് ഈശ്വരൻ കൊടുത്തോളും. ഞാൻ എന്തിനാ ചേച്ചി ഇനി ജീവിക്കുന്നത്? എനിക്ക് കാണണം പ്രകാശിനെ, എനിക്ക് ഇപ്പൊ കാണണം. എനിക്ക് പ്രകാശിനെ ഇപ്പൊ കാണണമെന്ന്. എനിക്ക് കാണണം പ്രകാശിനെ, എനിക്ക് കാണണം. എനിക്ക് പ്രകാശിനെ കാണണം. അയ്യോ ചന്ദ്ര, 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 ചന്ദ്ര. അച്ഛനെ വയ്യടാ, അവളുടെ മുഖം കാണാൻ എനിക്ക് വയ്യ. ചന്ദ്ര, 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 മോളെ ചന്ദ്ര. ദേവി, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എനിക്ക് കാത്തു കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോള, പൊന്നും കൂടെ അവള്. എന്റെ മോളെ കണ്ട് കൊതി തീർന്നിട്ടില്ല. അതിനു മുമ്പ് അവളെ എന്നിൽ നിന്നും അകറ്റി. എവിടെ അവള്? സുഖമായിട്ടിരിപ്പുണ്ടോ? എനിക്കൊന്ന് കണ്ടാ മതിയായിരുന്നു. എന്നെ ഒന്ന് അമ്മയെന്ന് വിളിച്ചാ മതിയായിരുന്നു. എന്തിനാ ദേവി എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നെ? വാവേ, ദേ തൊഴുതേ. മോള് നോക്കി കൈ ഇങ്ങനെ വെച്ചു. കണ്ടോ ദേവി? പ്രാർത്ഥിച്ചു. ഈശ്വര, ഞങ്ങളുടെ കുഞ്ഞിനെ കാത്തോളണേ, സർവ്വ ഐശ്വര്യങ്ങളും തരണേ. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഈ ക്ഷേത്രനടയിൽ തല തല്ലി മരിക്കും. ഒരമ്മയുടെ വേദന എന്തുകൊണ്ടാ ദേവി മനസ്സിലാക്കാത്തത്? ഇനിയും എന്റെ കുഞ്ഞിനെ പിരിഞ്ഞ് എനിക്ക് നിൽക്കാനാവില്ല. പിടിവിട്ട് നിൽക്കാൻ ഞാൻ എന്തും ചെയ്തു പോകുന്ന അവസ്ഥയില്
ദേവി, എനിക്ക് അവളെ കണ്ടെത്തി തരണം. അവളെ എന്നെ കൺമുമ്പിൽ കൊണ്ടുവന്ന് തരണം. അവളെയും കൊണ്ടല്ലാതെ ഞാൻ അമ്മയുടെ ഈ തിരുമുമ്പിൽ നിന്ന് പോവില്ല. ഈ ക്ഷേത്ര നട അടച്ചാലും പുറത്ത് വാതിൽക്കൽ തന്നെ ഞാനുണ്ടാവും. മോളെ മോളെ നോക്കിയേ. ഔഷൂ. ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ. എന്റെ മരണം വരെ ഈ ഇരിപ്പ് തുടരും. ഈ ഞാനിനി എന്തിനാ ജീവിക്കുന്നത്? എനിക്കിനി ആരാ ഉള്ളത്? ആ, ഒടുവിൽ ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെ നടന്നു അല്ലേ? എല്ലാം അമ്മയുടെ അനുഗ്രഹമായി കരുതിയാ മതി. സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം തന്നെ ഉണ്ടായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ സന്തോഷം ഒരുപാട് പറയാനുണ്ട് തിരുമേനി. ഉം, നഷ്ടപ്പെട്ടതൊക്കെ ഇപ്പോഴാ ഓരോന്നായിട്ട് തിരിച്ചു കിട്ടുന്നത്. കിട്ടും. മൂർത്തിക്കിനി നല്ല കാലമാണ്. അല്ല, വക്കീലെന്ത് പറയുന്നു? ജീവിതം സന്തോഷമാക്കി തന്നതിന് മോളെയും കൂട്ടി ദേവിയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നതായിരിക്കും. അതെ, അതിപ്പോ ദേവിക്ക് എന്തു കൊടുത്താലും ഞങ്ങൾക്ക് മതിയാവാത്ത അവസ്ഥയാ. ഇന്നത്തെ പൂജ ഞങ്ങളുടെ ഈ മോൾക്ക് വേണ്ടിയാ. എല്ലാം നേരത്തെ തന്നെ ചീട്ടാക്കിയിരുന്നു. ആയിക്കോട്ടെ, ആയുസ്സും ആരോഗ്യവും തരണേന്ന് പ്രാർത്ഥിച്ചോളൂ. ദേവിയുടെ ഒരു നോട്ടം എപ്പോഴും കുഞ്ഞിന്റെ കാര്യത്തിലുണ്ടാവും. ഓ ഓ. ആ, ആ, മോളെ മോളെ ദേ നോക്കിയേ, അവിടെ നോക്കിയേ, അവിടെ നോക്കിയേ. ജോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. വാ, നല്ലോണം പ്രാർത്ഥിച്ചോണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇന്നിവിടെ പറഞ്ഞു തീർക്കണം. ക്ഷിപ്രപ്രസാദിയാ. വാ. ആ